പ്രിയമുള്ളവരെ, ത്രിയേക ദൈവത്തിൻ്റെ ധന്യ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്ന് അല്പനേരത്തെ ധ്യാനത്തിനായിട്ട് നാം തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയമെന്നുള്ളത് ആരാധനയും മനുഷ്യ സ്നേഹവും എന്ന പ്രധാന വിഷയത്തിലേക്കാണ്. ആ പ്രധാന വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപായി എന്താണ് ആരാധന എന്നതിനെക്കുറിച്ച് ഞാനൊരാമുഖം പറഞ്ഞുകൊള്ളട്ടെ. ആരാധനയെപ്പറ്റി പറയുമ്പോൾ 3 കാര്യങ്ങൾ നാം ചിന്തിക്കേണ്ടി വരുന്നു. ഒന്ന്, എന്താണ് ആരാധന? 2, അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്ത്? 3, അതിൻ്റെ ദൈവശാസ്ത്ര വശം. എന്താണ് ആരാധന? കീഴ്പ്പെടുക, പൂജ, സേവ, അധമ്യമായ ഒരു അടുപ്പം, വണങ്ങുക, ഇതൊക്കെയാണ് ആരാധന എന്ന വാക്കിൻ്റെ സാമാന്യമായ അർത്ഥങ്ങൾ നാം കാണുന്നത്. ഒരു വ്യക്തി തന്നേക്കാൾ അധികമായി എന്തിനാണോ പ്രാധാന്യം നൽകുന്നത് അതിനോടുള്ള ആ വ്യക്തിയുടെ മനോഭാവമാണ് ആരാധന. അങ്ങനെയെങ്കിൽ ദൈവജനം ദൈവത്തിന് അർപ്പിക്കുന്നത് എല്ലാം ആരാധനയാണ്. അപ്പോൾ ദൈവത്തോടുള്ള അടുപ്പത്തിൻ്റെ അടയാളപ്പെടുത്തൽ കൂടിയാണ് ആരാധന. ക്രിസ്തീയ വിശ്വാസ പാരമ്പര്യം അനുസരിച്ച് അത് മുറുകെ പിടിക്കുന്ന സഭയിൽ നമ്മുടെ പിതാക്കന്മാർ പഠിപ്പിക്കുന്ന യഥാർത്ഥ ആരാധന എന്ന് പറഞ്ഞാൽ സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന മൺമയർ സ്വർഗീയരാകുന്ന അവസ്ഥയാണ്. അതാണ് ആരാധന. റോമാലേഖനം 12-ാം അധ്യായം 1-ാം വാക്യത്തിൽ നാം ഇപ്രകാരം കാണുന്നു: നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി അർപ്പിക്കാൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ആരാധനയുടെ ഉദ്ദേശങ്ങൾ: യേശുവിനെ കർത്താവ് എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും നാവുകൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്ന അനുഭവമാണ് ആരാധനയുടെ പൂർണ്ണത. അങ്ങനെ നാം ഏറ്റുപറയുവാൻ സാധിക്കണമെങ്കിൽ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നമ്മളിൽ നിറയണം. ആ അറിവിലേക്ക് വെളിച്ചം വീശുന്നതാണ് ഓരോ ആരാധനയും. ഓരോ ഏറ്റുപറച്ചിലുകളിലും ഉള്ള വിധേയത്വമാണ് ഒരു വിശ്വാസിയെ ശ്രേഷ്ഠനാക്കുന്നത്. ഓരോ ആരാധനയും മനുഷ്യ മനസ്സിനെ ഞാനെന്ന ഭാവത്തെ തകർത്തുകൊണ്ട് 5 തലങ്ങളിലൂടെ സഞ്ചരിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. മഹത്വവും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്ന 1-ാം തലം, നന്ദി കരയേറ്റുന്ന 2-ാം തലം, അനുതാപത്തിലേക്കുള്ള 3-ാം തലം, മറ്റുള്ളവർക്ക് വേണ്ടി അവർക്കുകൂടെ വേണ്ടി മധ്യസ്ഥതയണയ്ക്കുന്ന 4-ാം തലത്തിലൂടെ അർപ്പണബോധത്തോടെയുള്ള പ്രാർത്ഥനയുടെ തലത്തിലെത്തുമ്പോഴാണ് ആരാധന പൂർണ്ണമാകുന്നത്.
മൂന്നാമതായി ആരാധനയുടെ ദൈവശാസ്ത്ര വശം. സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പറയുന്നു: ഞാനോ നിന്റെ കൃപയുടെ ബഹുത്വത്താൽ നിന്റെ ആലയത്തിലേക്ക് ചെന്ന് നിന്റെ വിശുദ്ധ മന്ദിരത്തിനു നേരെ നിങ്കലുള്ള ഭക്തിയോടെ ആരാധിക്കും. അപ്പോൾ ദൈവം വസിക്കുന്നിടത്ത് കൃപ നിറയുന്നു എന്ന് നാം അറിയുന്നു. ആരാധനയുള്ളിടത്തു മാത്രമേ കൃപ പെരുകുന്നുള്ളൂ. 1 കൊരിന്ത്യർ 3:16 നാം ഇപ്രകാരം കാണുന്നു: നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ എന്ന്. അപ്പോൾ ആരാധനയുടെ ദൈവശാസ്ത്ര വശം എന്ന് പറഞ്ഞാൽ നാം തന്നെ ആരാധനയിലൂടെ ദേവാലയമായി കൃപയിൽ ബലപ്പെടുവാൻ ദൈവം തന്ന മാർഗമായി നമുക്കിതിനെ കാണാം. ഇനി നമുക്ക് പ്രധാന വിഷയത്തിലേക്ക് വരാം. ആരാധനയെ മനുഷ്യനെയും ആയി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ ലോകം കണ്ടതിൽ വച്ച് ഏറ്റവും മഹത്തായ ആരാധനയാണ് കാൽവറിയിൽ സംഭവിച്ചത്. അതുകൊണ്ട് തന്നെയാണ് സെന്റ് ഫ്രാൻസിസ് ഡി സെയിൽസ് പറയുന്നത്: മൗണ്ട് കാൽവറി ഈസ് ദ അക്കാഡമി ഓഫ് ലവ്. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന വചനത്തിന് കർമ്മരൂപമായാണ് പാപികളായ നമുക്കു വേണ്ടി അവസാന തുള്ളി രക്തവും കാൽവറിയിൽ ചിന്തിയപ്പോൾ കർത്താവ് താൻ കാട്ടിത്തന്നത്. എങ്കിൽ ഇന്നെന്താണ് നമുക്കിടയിൽ സംഭവിക്കുന്നത് എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ആരാധനയുടെയും മാതൃകാപരമായ നല്ല പ്രാർത്ഥനകളുടെയും അഭാവം ഇന്ന് വ്യക്തിപരമായി, കുടുംബപരമായി, സഭാതലമായും സാമൂഹിക തലങ്ങളിലും നമ്മെ മൂല്യ തകർച്ചകളിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്നു. ആത്മഹത്യാ പ്രവണത, ഡിപ്രഷൻ തുടങ്ങി മെഡിക്കൽ സയൻസ് ഇന്ന് കണ്ടെത്തിയിരിക്കുന്ന പല രോഗങ്ങളുടെയും പ്രധാന കാരണം ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുവാൻ കഴിയാത്തതിനാൽ ഉണ്ടാകുന്ന ആൻസൈറ്റി ഡിസോർഡറിന്റെ സംഭാവനകൾ തന്നെ. ആരാധനയും കുടുംബ പ്രാർത്ഥനകളിലും ഇല്ലാത്ത ഭവനങ്ങളിൽ മക്കൾ വഴിതെറ്റിപ്പോകുന്നത് തുടങ്ങി കുടുംബ കലഹങ്ങളും ഡിവോഴ്സുകൾ വരെ പതിവായിക്കൊണ്ടിരിക്കുന്നു. ആരാധനയിലെ ആത്മാർത്ഥതയില്ലായ്മ സഭയിലും ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ ചെറുതല്ല. ഇതര സഭകളുടെ കടന്നുകയറ്റവും ക്രിസ്തീയ സഭകളിലെ തർക്കങ്ങളും ആത്മീയതകളെ ചോദ്യം ചെയ്യുന്ന ഒരു ബാഹ്യ ഉദാഹരണങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു. ക്രിസ്ത്യാനിയെ സമാധാനപ്രിയരും ക്രിസ്തുവിൻ്റെ അനുകാരികളും ഒക്കെയായി സമൂഹം വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന കാലങ്ങൾ മാറിത്തുടങ്ങി. നാം ഇന്ന് നേരിടുന്ന പല പീഡനങ്ങളും മാതൃകയല്ലാത്ത നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ പ്രതിഫലനങ്ങൾ കൂടിയാണെന്ന് നാം ചിന്തിച്ചാൽ നന്നായിരിക്കും. ഈ വെല്ലുവിളികളെ നാം എങ്ങനെ നേരിടണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വിഷയത്തിൽ നിന്ന് വിരമിക്കാം. വ്യക്തിപരമായി നല്ല ഒരു ആരാധനാ ജീവിതത്തിലൂടെ മനുഷ്യ സ്നേഹമുള്ള ഒരു ഹൃദയത്തിന് ഉടമയായി ദൈവകൃപയിലും മനുഷ്യ പ്രീതിയിലും വളരുവാൻ നമ്മൾ ശ്രമിക്കുക. കുടുംബ പ്രാർത്ഥനകൾക്ക് സമയം കണ്ടെത്തി സ്നേഹവും ഐക്യവും നിലനിർത്തി മൂല്യബോധത്തോടെയുള്ള
ഒരു തലമുറയെ നമുക്ക് വാർത്തെടുക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെ സഭയുടെ ആത്മീക കാര്യങ്ങളിൽ സജീവരാക്കുക. നാമും നമ്മുടെ സഭയുടെ ആത്മീയ കാര്യങ്ങളിൽ സജീവരാകുക. നല്ല സാമൂഹിക ജീവിതം കാഴ്ചവെക്കുക. സഹജീവികളെ സ്നേഹിക്കുവാൻ പഠിപ്പിക്കുക. നല്ല ആരാധന ജീവിതത്തിലൂടെ മനുഷ്യ സ്നേഹത്തിൻ്റെ നല്ല വ്യക്തികളാകുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ധ്യാനിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.